ആത്മസുഖം പോലെ എന്തു സുഖം. നമ്മുടെ പ്രിയ സഹോദരൻ ബിനു വെൺമണി ഫേസ്ബുക്കിൽ കുറിച്ച ഒരു ആർട്ടിക്കിളിൻ്റെ ഹെഡിങ്ങാണിത്. ആ ആർട്ടിക്കിളിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. വാസ്തവത്തിൽ വിശുദ്ധ വേദപുസ്തകം ശ്രദ്ധിച്ചു പഠിക്കുന്ന ഏത് വ്യക്തിക്കും അദ്ദേഹം പറയുന്ന വാക്കുകളുടെ ആഴവും പൊരുളും മനസ്സിലാവും. അദ്ദേഹം പറയുന്ന വാക്കുകളുടെ രത്നച്ചുരുക്കം ഇതാണ്: ദൈവം ഓരോ ദിവസത്തെയും സൃഷ്ടിച്ചു, നല്ലതെന്ന് കണ്ടു. ദൈവം സൃഷ്ടിച്ചത് സകലതും നല്ലത് നല്ലത് നല്ലത്, ഓരോ ദിവസവും കഴിയുമ്പോഴും നല്ലത് നല്ലത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഓരോ ദിവസത്തെയും ഏതനുഭവത്തെയും നല്ലത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് വിശദീകരിച്ചു തുടങ്ങുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ നാം ദൈവത്തെ മനസ്സിലാക്കി തുടങ്ങിയാൽ, ദൈവത്തിന് നമ്മളോടുള്ള കരുതൽ മനസ്സിലാക്കിയാൽ, ദൈവം നമ്മളെ സൃഷ്ടിച്ചതും ദൈവം ഓരോ ദിവസവും നമ്മളെ നടത്തുന്ന വിധങ്ങളുമൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ, മനസ്സിലാക്കി തുടങ്ങിയാൽ, നമുക്ക് ദൈവത്തോട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനൊന്നും ഉണ്ടാവില്ല. കാരണം ദൈവം സകലതും അറിഞ്ഞ് നമുക്കായി ഒരുക്കി നമ്മളെ നടത്തുന്നല്ലോ. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ആ ആർട്ടിക്കിൾ ഇങ്ങനെ വായിച്ചു വന്നപ്പം പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ വന്ന ചില ചിന്തകൾ ഇതാണ്. പൗലോസ്ലീഹ പറയുന്നൊരു വാക്കുണ്ട്: യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയിലെത്തിയപ്പോൾ ഞാൻ സകലതും ചവറന്നെണ്ണുന്നു. മറ്റൊരിടത്ത് പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാനാണ് എനിക്ക് ഏറെ ഇഷ്ടം. അപ്പോൾ ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള അറിവുകൾ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനം, ദൈവം നമ്മളെ സൃഷ്ടിച്ചതും ആ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശവും ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ഇടപെടലുകൾ, ദൈവം നടത്തുന്ന വഴികൾ ഒക്കെ മനസ്സിലാക്കി തുടങ്ങിയാൽ പ്രത്യേകിച്ച് നമുക്ക് ദൈവത്തോട് അങ്ങോട്ടൊന്നും പറയാൻ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ച സാരാംശം. അപ്പോൾ അത് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം, നമ്മൾ പലപ്പോഴും നമ്മളെ ദൈവത്തിന് പരിചയപ്പെടുത്തുക ചെയ്യുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തെ ബോധ്യപ്പെടുത്തുക, നമ്മുടെ സിറ്റുവേഷൻസ് ദൈവത്തെ ബോധ്യപ്പെടുത്തുക. ചില വേളകളിൽ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മൾ ദൈവത്തെ ഓർമ്മിപ്പിക്കുക. നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഈ അവസ്ഥയിലാണ്, എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ഇതാണ്, ഇങ്ങനെ ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ്. ദൈവത്തിന് ഇതൊന്നും അറിയില്ല എന്നുള്ള തോന്നലിലാണ് നമ്മൾ പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ നമ്മളാണ് അറിയേണ്ടത്, നമ്മളെ ദൈവത്തെ അറിയിക്കുകയല്ല ചെയ്യേണ്ടതെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നൊരു ചിന്ത. അതിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി, ചെറിയ പ്രായം മുതൽ നമുക്ക് കിട്ടുന്ന പരിശീലനം ഇങ്ങനെയാണ്. കുഞ്ഞുനാളിൽ ആദ്യം നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞെന്താ, നമുക്കൊരു സങ്കടം വന്നാൽ മോനെ ദൈവത്തോട് പറ, മോനെ ദൈവത്തോട് പറ. പഠിക്കാനായിട്ട് സ്കൂളിൽ പോകുമ്പോൾ മോനെ പ്രാർത്ഥിച്ചിട്ട് പോകും. രാത്രി കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണാതിരിക്കുക, മോനെ പ്രാർത്ഥിച്ചിട്ട് കിടക്ക്. അപ്പോൾ നമ്മൾ ഓരോ ആവശ്യങ്ങളും, നമ്മുടെ സിറ്റുവേഷൻസ് ദൈവത്തെ പരിചയപ്പെടും, ദൈവത്തെ അറിയിക്കാൻ, നമ്മളെ തന്നെ ദൈവത്തെ പരിചയപ്പെടുത്താൻ ഉള്ള പരിശീലനം നമുക്ക് കിട്ടിയത് വീട്ടിൽ നിന്ന്. ഈ പരിശീലനം കൊടുത്താൽ നമ്മൾ നമ്മുടെ പിള്ളേരെയും ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ ട്രെൻഡൊന്ന് മാറിയാൽ നന്നായിരുന്നു എന്നാണ് എനിക്ക് ആ ക്ലിപ്പ് വായിച്ചപ്പോൾ തോന്നിയത്. ദൈവത്തെ നമ്മൾ പരിചയപ്പെടണം, ദൈവത്തെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തെക്കുറിച്ചുള്ള അറിവും ജ്ഞാനവും നമുക്ക് ലഭിക്കണം. നമ്മളെക്കുറിച്ച് ദൈവത്തെ അറിയിക്കുകയല്ല വാസ്തവത്തിൽ ചെയ്യേണ്ടത്. ദൈവം സർവ്വശക്തനാണ്, സർവ്വജ്ഞാനിയാണ്. നാം പറയാതെ തന്നെ നമ്മുടെ സമസ്ത വിഷയവും ദൈവത്തിന് അറിയാമെന്ന് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു അത് വ്യക്തമാക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെക്കുറിച്ച് പ്രത്യേകിച്ച് അങ്ങോട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട. നമ്മുടെ ഇന്നത്തെയും നാളത്തെയും അടുത്ത ദിനങ്ങളിലൊക്കെയുമുള്ള സമസ്ത വിഷയങ്ങളും ദൈവം മുൻകൂട്ടി അറിയുന്നു. അങ്ങനെയാണല്ലോ ദൈവം, അങ്ങനെ ആയിരിക്കണം ദൈവം. അങ്ങനെയാണെങ്കിൽ, അതാണ് ദൈവമെങ്കിൽ, ദൈവത്തെ നമ്മുടെ വിഷയങ്ങൾ അങ്ങോട്ട് അറിയിക്കുന്നതിന് പകരം, ദൈവത്തെ നമ്മളെ തന്നെ ദൈവത്തിന് പരിചയപ്പെടുത്തുന്നതിന് പകരം ദൈവത്തെ പരിചയപ്പെടാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ തലമുറകളെ അത് പരിശീലിപ്പിക്കുക. മക്കളെ, നീ ദൈവത്തെ അറിയേ, നീ ദൈവത്തെപ്പറ്റി മനസ്സിലാക്കുക, നീ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമറി. നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെങ്കിൽ നീ നിൻ്റെ പ്രശ്നം ദൈവത്തോട് പറയുകയല്ല, മറിച്ച് ദൈവത്തെ നീ മനസ്സിലാക്കുക. ഓരോ ദിവസവും ദൈവം നിന്നെ സൃഷ്ടിച്ച് നടത്തുന്ന ദൈവിക പദ്ധതി, ദൈവത്തിൻ്റെ ഉദ്ദേശം നീ മനസ്സിലാക്കുക. വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാവും. ഞാനൊന്നുകൂടി പറഞ്ഞ് നിർത്തട്ടെ. നാം നമ്മളെ ദൈവത്തിന് പരിചയപ്പെടുത്താനായിട്ട് നിൽക്കാതെ ദൈവത്തെ നമുക്ക് പരിചയപ്പെടാനുള്ള ശ്രമത്തിൽ ഏർപ്പെടുന്നതായിരിക്കും അഭികാമ്യം എന്ന് ആ ക്ലിപ്പ് വായിച്ചപ്പോൾ എനിക്ക് തോന്നി. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ശാന്തമായി പഠിക്കുന്ന, തിരുവെഴുത്തുകൾ ഓരോന്നും വ്യത്യസ്തമായി പഠിക്കുന്ന ഏത് വ്യക്തിക്കും ആ ബോധ്യത്തിൽ തന്നെ എത്താൻ കഴിയും എന്നാണ് എൻ്റെ ബോധ്യം.